എനിക്കെപ്പോഴും ആ ഒരു ഇളയ കുട്ടിയായിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞങ്ങളിപ്പോ വലിയ ആൾക്കാരായി മാറിയെങ്കിലും എന്റെ ജീവിതത്തിലുടനീളം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിലായാലും ഗ്രൂപ്പിലായാലും ഞാൻ തന്നെയായിരുന്നു ഏറ്റവും ചെറിയ ആൾ. Jungkook, welcome back to the cover of Rolling Stone. ഒരു സോളോ പോപ്പ് സ്റ്റാർ എന്ന നിലയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റം താങ്കളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് വരുത്തിയത്? സത്യം പറഞ്ഞാൽ എന്നെ ഒരു പോപ്പ് സ്റ്റാർ ആയി കാണാൻ എനിക്ക് ഇപ്പോഴും മടിയാണ്. പക്ഷേ ആളുകൾ എന്നെ അങ്ങനെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷവുമുണ്ട്. ഇനി ഭാവിയിൽ ഞാനൊരു സ്റ്റാർ ആയി എന്ന് എനിക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തോന്നാൻ എന്താണ് വേണ്ടത്? എനിക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് മെച്ചപ്പെടുത്തണം. കുറഞ്ഞപക്ഷം ചെറിയ സംസാരങ്ങളോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ചാറ്റിങ്ങുകളോ നടത്താൻ കഴിയുന്ന രീതിയിലേക്കെങ്കിലും എനിക്ക് എത്തണം. അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതേസമയം ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസവുമാണ്. ഡുവോലിംഗോ മുതൽ ഒരുവിധപ്പെട്ട എല്ലാ ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പുകളും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പഠനം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഉച്ചാരണവും പാട്ടും ഒക്കെ അതിഗംഭീരമാണ്. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് കുറഞ്ഞപക്ഷം അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. ഇതൊക്കെ ഓരോ വാക്കുകളും അക്കമിട്ട് പഠിച്ചതാണോ അതോ കേട്ടു പഠിക്കാനുള്ള കഴിവ് കൊണ്ടാണോ ഇത്ര നന്നായി വരുന്നത്? അതെ, അങ്ങനെ കാര്യങ്ങൾ കേട്ടു പഠിക്കാൻ ഒരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കൊറിയൻ ഭാഷയല്ലല്ലോ, എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഭാഷയല്ലേ. അതുകൊണ്ട് ആ ഭാഷ മാതൃഭാഷയാക്കിയവർ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായോ മോശമായോ തോന്നരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ ഒരു കുറവ് നികത്താൻ ഞാൻ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളാണല്ലോ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ, ഗോൾഡൻ മാഗ്നി എന്നറിയപ്പെടുന്നു. അതേസമയം തന്നെ നിങ്ങൾ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിച്ച ഒരു സോളോ ആർട്ടിസ്റ്റ് കൂടിയാണ്. പുതിയ ആൽബത്തിന്റെ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങളുടെ രീതികളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? കൂടാതെ മറ്റംഗങ്ങൾ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ പൊതുവെ ഒന്നിനെ കുറിച്ച് ഓർത്ത് അധികം ടെൻഷൻ അടിക്കാത്ത, എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമുള്ള ഒരാളാണ്. അത്ര നിർബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കാറില്ല. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോഴോ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോഴോ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായി പറയാറുണ്ട്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അവരിൽ ചിലരൊക്കെ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നല്ല രസമായിരുന്നു. ഞാനത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മെമ്പേഴ്സ് ഇപ്പോൾ വ്യത്യസ്തമായ ജീവിത രീതികളാണ് പിന്തുടരുന്നത് എന്നും അവർക്കിടയിൽ ഒരു അകലം അല്ലെങ്കിൽ ഒരു പ്രൈവസി വന്നിട്ടുണ്ടെന്നും ആറമൊരിക്കൽ പറഞ്ഞിരുന്നു. എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ശരിയാണ്, മെമ്പേഴ്സ് എല്ലാവരും പലതരം സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ പരിചയപ്പെട്ട കാലം മുതൽക്കേ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനും വേഗതയിലുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ മ്യൂസിക് ടേസ്റ്റും ഭക്ഷണ രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. ഞങ്ങൾ 7 പേരും അത്രയ്ക്കും ഡിഫറെൻ്റ് ആണ്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, പാടുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോഴും ഈ വ്യത്യാസങ്ങളൊക്കെ അവിടെയുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ ഹെങ് അങ്ങനെ പറഞ്ഞിരിക്കുക. ഈ പുതിയ ആൽബത്തിൽ ഒരു സോങ് റൈറ്റർ എന്ന നിലയിൽ നിങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടതായി തോന്നുന്നു. ഇതിൽ സ്വന്തം വർക്കിനെ കുറിച്ചോർത്ത് ഇത് ശരിക്കും നന്നായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയ ഏതെങ്കിലും നിമിഷമുണ്ടോ? തീർച്ചയായും എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിനെ ഒരു അഭിമാനം എന്നൊക്കെ വിളിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു സംതൃപ്തി തോന്നിയിരുന്നു. പാട്ടുകൾ തിരഞ്ഞെടുത്തും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തും കുറെ കാലമായല്ലോ. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതിലും കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നില്ലേ എന്നത്. 2 മാസം എന്നത് തന്നെ വലിയൊരു സമയമാണ്. എനിക്ക് ഇത്തിരി കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്കിപ്പോഴും കുറച്ച് വിഷമമുണ്ട്. ഈ പാട്ട് റെഡിയായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർമ്മ നിൽക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ നിമിഷങ്ങളുണ്ടോ? ഹൂളിഗാന് വേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് ശരിക്കും എനിക്കറിയില്ല. ആദ്യമായി അതിൻ്റെ ട്രാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ഒരു ഫ്ലോ പെട്ടെന്ന് പിടികിട്ടി. ആ ഒരു ചിന്ത വന്ന ഉടനെ തന്നെ ഞാൻ പണി തുടങ്ങിയിരുന്നു. ആ ട്രാക്ക് വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. പക്ഷേ ഹിറ്റ്മാൻ ബാങ്ങും മറ്റ് മെമ്പേഴ്സും ഒക്കെ പറഞ്ഞത് അത് കേൾക്കാൻ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് എന്നാണ്. അവർക്ക് എല്ലാവർക്കും അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. സത്യം പറഞ്ഞാൽ ഈ പാട്ട് ആൽബത്തിൽ വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവസാനം അത് സെലക്ട് ചെയ്യപ്പെട്ടു.
അത് ശരിക്കും കിടുവായിരുന്നു. ജങ്കുക്കിന്റെ വോയിസ് ഇപ്പോൾ നല്ല സ്ട്രോങ് ആയല്ലോ. ഇതിനു വേണ്ടി സ്ഥിരമായി വോയിസ് ട്രെയിനിങ്ങോ മറ്റോ ചെയ്യുന്നുണ്ടോ? അതെ, ഞാൻ മിലിറ്ററിയിൽ പോകുന്നതിന് മുമ്പും തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ പതുക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സോളോ പാട്ടുകൾക്ക് ആർമിയിൽ നിന്ന് വലിയ സപ്പോർട്ടാണല്ലോ കിട്ടുന്നത്. എങ്കിലും നിങ്ങൾ തന്നെ സ്വന്തമായി കൂടുതൽ പാട്ടുകൾ എഴുതിയാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ആൽബം സൂപ്പർ ആണെങ്കിലും അതിനൊരു വെസ്റ്റേൺ വൈബ് കൂടുതലുണ്ടെന്നും ചിലർ പറയുന്നുണ്ട്. ഇത്തരം അഭിപ്രായങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതൊക്കെ ആ സമയത്തെ എൻ്റെ ഓരോ തീരുമാനങ്ങളായിരുന്നു. ഇനി വരുന്ന ആൽബങ്ങളിൽ ആർമിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പാട്ടുകൾ സ്വന്തമായി എഴുതാൻ സാധിക്കും. പക്ഷേ അന്ന് എനിക്ക് വേണ്ടിയിരുന്നത് മറ്റൊന്നായിരുന്നു. എങ്ങനെയെങ്കിലും നല്ല കുറച്ച് പാട്ടുകൾ കണ്ടെത്തി എത്രയും വേഗം ഒരു ആൽബം പുറത്തിറക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. പിന്നെ എനിക്ക് പറയാനുള്ള കഥകൾക്ക് പരിമിതികളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എവിടെയോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കഥകൾ ഉണ്ടാക്കി പറയാനാണ് ഇഷ്ടമെന്ന്. പക്ഷേ എൻ്റെ MBTI പ്രൊഫൈലിൽ S ഉള്ളത് കൊണ്ട് അതെനിക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭാവിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഉണ്ടാകുമ്പോൾ അതെല്ലാം സ്വാഭാവികമായി തന്നെ സംഭവിച്ചു കൊള്ളും എന്ന് ഞാൻ കരുതുന്നു. ആ ആഗ്രഹം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം. എങ്കിലും ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി പുതിയതായി ഒന്നും നൽകാനില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉള്ളത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആർമിക്ക് കൊടുക്കാൻ മാത്രമുള്ള കഥകളൊന്നും കാണില്ല. കാരണം കുറേ കാലത്തേക്ക് കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ വേഗം മറന്നുപോകും. ഈ കമ്പ്യൂട്ടറിലൊക്കെ ഹാർഡ് ഡിസ്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ എൻ്റെ തലയിൽ കാര്യങ്ങൾ സേവ് ചെയ്തു വെക്കാൻ വലിയ സ്പേസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജങ്കുക്ക് BTSന്റെ ഭാഗമായതാണല്ലോ. കോവിഡ് പാൻഡമിക് കാലത്തും പിന്നെ ഈ മിലിറ്ററി സർവീസ് സമയത്തും അല്ലാതെ കാര്യമായ ഒരു റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു ഐഡലായി തന്നെ വളർന്നത് നിങ്ങളുടെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത്? എൻ്റെ വ്യക്തിത്വം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പാൻഡമിക് സമയത്താണോ ഡൈനമൈറ്റ് ഇറങ്ങിയത്, അതോ അതിന് ശേഷമോ? ഓണാണോ ഡൈനമൈറ്റ് ആണോ ആദ്യം വന്നതെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. എന്തായാലും ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ല ബിസിയായിരുന്നു. പാൻഡമിക് കാലത്തും ഞങ്ങൾ നിർത്താതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന ഏക സമയം ഈ മിലിറ്ററി കാലഘട്ടമാണ്. ആ സമയത്ത് ഞാൻ ആരാണെന്ന് എന്ന് ചിന്തിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. കാരണം നമ്മൾ ആരാണെന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണല്ലോ. പക്ഷേ എനിക്ക് ശരിക്കും തോന്നിയത് എനിക്ക് പെർഫോം ചെയ്യണം, എനിക്ക് പാടണം എന്നൊക്കെയാണ്. മിലിറ്ററിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇനി എനിക്ക് കാത്തിരിക്കാനാവില്ല, പുറത്തുപോയി ഡാൻസ് കളിക്കണം എന്നൊക്കെ മാത്രമായിരുന്നു എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. വെളിച്ചത്തിൽ വിരിയുന്ന ഒരു പൂവ് പോലെയാണ് നിങ്ങൾ. ആ സ്പോട്ട് ലൈറ്റിൽ നിൽക്കാൻ നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ആര്? ഞാനോ? ആ അതെ, ശരിയാണ്. സ്റ്റേജിൽ ലൈറ്റ് കിട്ടുമ്പോഴാണല്ലോ എനിക്ക് ഒരു എനർജി ഒക്കെ വരുന്നത്. അതെ, സത്യമാണ്. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ ബീറ്റ്സിലെ ജോർജ് ഹാരിസണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് പ്രായമായപ്പോഴും ടീമിലെ ഏറ്റവും ചെറിയ ആളാണെന്ന ആ ഒരു പരിഗണന കിട്ടുന്നത് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നത്രേ. ജങ്കുക്കിനും BTSൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് എപ്പോഴും ഒരു മാഗ്നയായിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണോ? ഒരിക്കലുമില്ല. എനിക്കെപ്പോഴും ആ ഒരു ഇളയ കുട്ടിയായിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. ഞങ്ങളിപ്പോൾ വലിയ ആൾക്കാരായി മാറിയെങ്കിലും എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. വീട്ടിലായാലും ഗ്രൂപ്പിലായാലും ഞാൻ തന്നെയായിരുന്നു ഏറ്റവും ചെറിയ ആൾ. സ്റ്റാഫുകൾക്കിടയിലും ഞാൻ തന്നെയായിരുന്നു പ്രായം കുറഞ്ഞ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി എനിക്കിപ്പോൾ ശീലമായി കഴിഞ്ഞു. പിന്നെ ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയാ പറയാം, ആ ഏറ്റവും ചെറിയ ആളാണെന്ന ആ ഒരു ഫീൽ എനിക്ക് വല്ലാതെ കംഫർട്ട് തരാറുണ്ട്. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. Well, thank you so much for joining me. It's great to see you again. Thank you, Brian. 고맙습니다.